ഷിവു സ്ട്രീംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തേത് എൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞങ്ങൾ എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവമല്ലേ, അപ്പോൾ നമ്മളൊന്ന് കൊട്ടിയൂർ പോകാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. പെട്ടെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോവുക കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു സന്ധ്യാസമയം ഒരു 6 മണി കഴിഞ്ഞ് 6:30 കൂടിയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോയിലേക്ക് വരാൻ മടിയായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂരെത്തി കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. വന്ന സമയം തന്നെ നല്ല ഭക്തജനങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പരിചയക്കാരെ കണ്ടിട്ട് അങ്ങനെ സംസാരിക്കുവാണ് അമ്മയൊക്കെ. ഇതാണ് മെയിനായിട്ടുള്ള വഴി കേട്ടോ കൊട്ടിയൂരേക്ക് പോകാനുള്ള. ഇതുപോലെ തന്നെ വേറൊരു വഴിയുമുണ്ട്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇതിലം വഴിയാണ് എപ്പോഴും പോകാറ് കേട്ടോ. ഇപ്പോൾ സൈഡിലൊക്കെ നിറച്ച് ഇങ്ങനെ കടകളും എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഈ വഴിയാണ് കേട്ടോ പോകുന്നത്. അതിലും വഴി ഒരു പാലമുണ്ട്. ആ പാലത്തിൽ കൂടെ കയറിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് കേട്ടോ. കൊട്ടിയൂർ എന്ന് പറയുമ്പോഴത്തേക്കും അത് കേരളത്തിലെ അതിപുരാതനവും അതീവ പുണ്യപാവനവുമായ ആരാധനാ കേന്ദ്രങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ കൊട്ടിയൂർ ക്ഷേത്രം. വനമധ്യത്തിൽ ബാവലി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിൽ നടക്കുന്ന കൊട്ടിയൂർ പെരുമാളിൻ്റെ തിരുവോണം ആരാധന അത്യന്തം ഭക്തി നിർഭരവും താന്ത്രിക പ്രാധാന്യമുള്ളതുമായ ഒരു വിശിഷ്ട ചടങ്ങാണ്. അപ്പോൾ ഈ തിരുവോണ ആരാധനയുടെ ദിവസമാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് വന്നത്. ഈ കാണുന്നത് ബാവലി പുഴയാണ് കേട്ടോ. ഇപ്പം വെള്ളമൊന്നും ഇല്ല, മഴ കുറവായതുകൊണ്ട്. സാധാരണ നമ്മളിവിടെ വന്ന് പകൽ കുളിച്ചിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകാറ്. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ അവിടെയൊക്കെ വെറും കല്ല് മാത്രമേ ഉള്ളൂ, വെള്ളം ഒരു തരിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഈ ഒരു സ്പേസിൽ എത്തിയിട്ടുണ്ട്. ഇതും കഴിഞ്ഞിട്ട് വേണം നമുക്കിനി കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ. ഇതാണ് കർക്കിടക കണ്ടി എന്നാണ് ഇതിന് പറയുന്നത്. അത് വെള്ളം ക്രോസ് ചെയ്ത് പാലത്തിനൊപ്പരം തന്നെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് സിമെൻറ്റിൻ്റെ ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് അങ്ങനെ ഒരു തിട്ട പോലെ കെട്ടിയിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് മെയിനായിട്ടുള്ള വഴി കേട്ടോ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇവിടെ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. മറ്റേ സൈഡൊക്കെ കെട്ടി ആളുകൾക്ക് നിൽക്കാനുള്ള സ്ഥലത്തൊക്കെ കോൺക്രീറ്റൊക്കെ പാകിയിട്ടുണ്ട്. മറ്റേത് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ചെളിയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് വോളൊക്കെ ഇപ്പോൾ കെട്ടിയതാണ്. പണ്ട് ഇപ്പോൾ സിമെൻറ്റൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ നടക്കുന്ന വഴിയിലാണെങ്കിലും മറ്റേത് കല്ലാണ്. ഇപ്പോൾ വെള്ളവും കല്ല് കുത്തുമ്പോൾ നമുക്ക് മെറ്റലിട്ടിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും ആദ്യത്തെ പോലെ ബുദ്ധിമുട്ടില്ല കേട്ടോ. ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊട്ടിയൂർ വന്നിട്ടുണ്ട്. എന്നാലും കൊട്ടിയൂർ അമ്പലം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു വികാരം കേട്ടോ. കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ പറ്റുന്നവരൊക്കെ ഒരിക്കലെങ്കിലും ഈ അമ്പലത്തിലൊന്ന് വരണം കേട്ടോ. ഇവിടെ അമ്പലമായിട്ട് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. ഇതാണ് തിരുവഞ്ചിറ കേട്ടോ. ഈ വെള്ളം നിറച്ചിട്ട് വെള്ളത്തിലൂടെയാണ് നമ്മൾ തിരുവഞ്ചിറയിലൂടെ ഇങ്ങനെ പ്രദക്ഷിണം വെക്കേണ്ടത് കേട്ടോ. ഇത് വെള്ളം നിറച്ചിട്ടുണ്ടാവും ഇവിടെ. അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ. ആരാധന നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇതൊരു ഇതാണ് ഇതിൻ്റെ അകത്ത് ഇതാണ് ശരിക്കും അവിടുത്തെ മെയിൻ ആരാധന സ്ഥലം. അല്ല പ്രത്യേകിച്ച് അമ്പലമോ ഒന്നും അവിടെ ഇല്ല കേട്ടോ. താൽക്കാലിക ഓലയൊക്കെ വെച്ച് മേഞ്ഞിരിക്കുന്ന താൽക്കാലിക ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഓരോരോ കയ്യാലകളെന്നാണ് പറയുന്നത് കേട്ടോ. അവിടെ സൈഡുകളിൽ ഓരോ കയ്യാലകളുണ്ട് കേട്ടോ. ഇതൊക്കെ ഓല മേഞ്ഞ് താൽക്കാലികമായിട്ട് ആ അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെ സമയത്ത് മാത്രം ആക്കുന്നതാണ് ഇവിടെ. ഇത് നല്ല ആളുണ്ടായിരുന്നു കേട്ടോ. തിരുവോണ ആരാധന ആയതുകൊണ്ട് ശരിക്കും നല്ല ആളുണ്ടായിരുന്നു. എന്നാലും നമുക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. തിരുവോണ നക്ഷത്ര ദിനത്തിൽ നടക്കുന്ന ഈ ആരാധനയിൽ ഭഗവാൻ ശിവനും വിഷ്ണുവും ഏകതത്വമായി ആരാധിക്കപ്പെടുന്നു എന്ന വിശ്വാസമുണ്ട് കേട്ടോ. പെരുമാൾ എന്ന വിശേഷണം ഇവിടെ മഹാവിഷ്ണുവിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അതിന് ശേഷം നമ്മൾ പിന്നെ കയ്യാലയിൽ വന്നിട്ട് കോവിലകം കയ്യാലയിൽ വന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കലാണ്. ഇത് ഭഗവാന് നിവേദ്യം വെച്ച ചോറാണ് കേട്ടോ. നിവേദ്യ ചോറാണ് ഞങ്ങൾക്ക് നൽകിയത്. സാമ്പാറും പപ്പടവും
പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എല്ലാ വർഷവും ഇവിടെ വരുമ്പോഴത്തേക്കും ഈ കയ്യാലയിൽ നിന്നാണ് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ തിരുവോണ ആരാധനാ ദിനമായതുകൊണ്ട് നമുക്ക് ഭഗവാന് നേദിച്ച ചോറാണ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സന്തോഷമായേ. ഇതിൻ്റെ കൂടുതൽ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയൊക്കെ ശരിക്കും കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന ഏരിയ ആയതുകൊണ്ട് കൂടുതൽ അടുത്തുനിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ മേളിൽ നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത്. ശരിക്കും നല്ല ഒരു ഭക്തി നിർഭരമായൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകാൻ തോന്നൂലേ. ഇന്ന് നമ്മൾ പോകുമ്പോൾ ശരിക്കും അത്ര മഴയൊന്നും ഇല്ലായിരുന്നു അവിടെ. അതുകൊണ്ട് വലിയ ഇതില്ലായിരുന്നു, ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ശരിക്കും മഴയത്താണ് ഇവിടുത്തെ ദർശനം നടത്തേണ്ടത് എന്നാണ് പിന്നെ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് വിശ്വാസവും. എല്ലാ വർഷവും മഴയത്ത് തന്നെയാണ്, ഇവിടെ ഫുള്ള് മഴയായിരിക്കും. ഈ പ്രാവശ്യം മഴയില്ല എന്നല്ല, നമ്മൾ ചെന്ന സമയത്ത് എന്തോ മഴയില്ലാണ്ടായിപ്പോയതാണ്. അപ്പം അവിടെയാണ് വാളൊക്കെ വെച്ചിരിക്കുന്നത് കേട്ടോ. മുതിരേരി വാള് കൊണ്ടുവന്ന് ആ പർണശാലയിലാണ് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇപ്പോഴാക്കിയതാണ്. മറ്റേത് നമ്മൾ ചെളിയിൽ നിന്നിട്ട് ക്യൂ നിന്നിട്ട് വേണം ദർശനം നടത്താൻ. ഇപ്പം ഈ വർഷം ഇതെല്ലാം നല്ലപോലെ ഇതെല്ലാം ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ചെളിയിലൊന്നും ചവിട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ. കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് നല്ലതുപോലെ തൊഴാനൊക്കെ പറ്റി കേട്ടോ. പിന്നെ നല്ല ഭക്തജന തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ കേട്ടോ. ഇത് രാത്രി സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് 9:30 ആകാനായി. എന്നിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. ദൂരെ നിന്ന് വന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അമ്പലത്തിൽ. ഈ ആൽമരമാണ് ഈ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ആൽമരം. ഇത് കൊട്ടിയൂർ അമ്പലം തുടങ്ങിയ അത്രയും നാളും പഴക്കം തന്നെ ഉണ്ട് എന്നാണ് ഒരു വിശ്വാസം കേട്ടോ. അവിടെ അതിൻ്റെ ഒരു ആ ആൽമരത്തിന് ഭയങ്കര ഒരു ഭംഗിയാട്ടോ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് നടന്നു കേട്ടോ. സമയം കുറേ ആയതുകൊണ്ട് നമ്മൾ അത്രയും നേരം കുറേ നേരം അവിടെ ഇരുന്നു. പക്ഷേ ശീവേലി കാണാൻ പറ്റിയില്ല, കാരണം പൂജകൾ അവസാനിച്ചിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറേ ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ച് കുറേ നേരം ഇരുന്നതിന് ശേഷം തിരിച്ച് നമ്മൾ നടക്കലാണ്. ഇതാണ് അമ്പലത്തിൽ, പിന്നെ നമ്മുടെ കൊട്ടിയൂർ അമ്പലത്തിൽ വരുന്നവരെല്ലാം ഈ ഓടപ്പൂ വാങ്ങാണ്ട് വീട്ടിൽ പോവില്ല കേട്ടോ. കാരണം ഒരു വർഷത്തെ നമ്മളിപ്പം കൊട്ടിയൂർ കാണാൻ വരാത്തവർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ടും ഈ ഓടപ്പൂ കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഓടപ്പൂ എന്ന് പറയുന്നത് ദക്ഷൻ്റെ പിന്നെ താടിയിൽ നിന്നും ശിവൻ്റെ ജടയെന്നുമൊക്കെ ഇതിന് വിശേഷണമുണ്ട് കേട്ടോ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ഐതിഹ്യവും കാര്യങ്ങളുണ്ട്. ഇത് മുള കൊണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണിത് കേട്ടോ. ഇപ്പം ഈ കൊട്ടിയൂർ ഭാഗത്ത് ഈ ഒരു സമയമായിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാക്കുന്നവർ അവരുടെ സ്ഥിരം ഒരു വരുമാനം കൂടിയാണ് ഈ സമയത്ത് കേട്ടോ ഇതുണ്ടാക്കി വിൽക്കുന്നത്. വളരെ കഷ്ടപ്പാടുള്ള ജോലിയാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചിങ്ങോട്ടൊക്കെ ഞങ്ങൾ ഓൾറെഡി പിന്നെ ഓടപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഏട്ടൻ പോയപ്പോഴത്തേക്കും നെയ്യമൃതിന് നിന്ന് ഏട്ടൻ പോയപ്പോഴത്തേക്കും ഏട്ടൻ വാങ്ങിക്കൊണ്ട് വന്നതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ബേക്കറിയൊക്കെ നമ്മളിങ്ങനെ വാങ്ങലാണ്, കുറച്ച് മുറുക്കും കാര്യങ്ങളും പൊരിയൊക്കെ. അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ, എല്ലായിടത്തും നല്ല തിരക്കാണ്. നല്ല കളർഫുള്ള് ബേക്കറിയൊക്കെയാണ് കേട്ടോ. അലവയും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട് കേട്ടോ. നമ്മൾ നോക്കിയിട്ട് വാങ്ങിയേ വേണ്ടുവേ. അങ്ങനെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. രാത്രിയാണ് പോയതുകൊണ്ട് മൊത്തം ലൈറ്റിൻ്റെ വെട്ടത്തിൽ നല്ലൊരു പ്രത്യേക അനുഭൂതിയായിരുന്നു കേട്ടോ ഇത്. ഈ ക്ഷേത്ര പരിസരമാണെങ്കിൽ തന്നെ ആയിരക്കണക്കിന് നിലവിളക്കുകളുടെ പ്രകാശത്തിലും വേദതന്ത്രങ്ങൾ, തന്ത്രക്രിയകൾ, ഭജനകൾ എന്നിവയുടെ ഇടയിൽ ഗംഭീരമായ പൂജകൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചെല്ലുമ്പോൾ. അപ്പം ഈ മഴയും മഞ്ഞ് നിറഞ്ഞ വനാന്തര രാത്രിയിൽ ദീപപ്രകാശം കൂടി ചേർന്നപ്പോൾ അതുല്യമായൊരു ദൃശ്യമാധുരിയാണ് കേട്ടോ നമ്മുടെ ഈ കൊട്ടിയൂർ അമ്പലത്തിൽ നമുക്ക് ചെല്ലുമ്പോൾ അനുഭവപ്പെടുന്നത് കേട്ടോ. നമ്മൾ പിന്നെ ഈ സാധനങ്ങളെല്ലാം വാങ്ങി
കുറച്ച് നേരം നമ്മൾ അവിടെ തന്നെ നിന്നേ കണ്ട നല്ല തിരക്കുണ്ടെന്നല്ലോ. ഇത് ഫുൾ ഓടപ്പൂവിൻ്റെതാണ് ഷോപ്പ് കേട്ടോ. ഓടപ്പൂവിൻ്റെ കടകളാണ് മൊത്തം കേട്ടോ. ശിവു ഇതെല്ലാം വാങ്ങിയിട്ട് അങ്ങനെ കയ്യിൽ വെക്കലാണ്. നമ്മൾ എല്ലാ വർഷവും ഒരു ദിവസം ഇവിടെ വരാറുണ്ട് കേട്ടോ. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ കേട്ടോ. ഇക്കരെ കൊട്ടിയൂർ, അക്കരെ കൊട്ടിയൂരാണ് ഇപ്പം പൂജകളും കാര്യങ്ങളും നടക്കുന്നത്. ഇവിടെ ഉത്സവം തുടങ്ങുമ്പോഴത്തേക്കും, കൊട്ടിയൂർ ഉത്സവം തുടങ്ങിയാൽ ഇതിലും വഴി നമുക്ക് പോകാം കേട്ടോ അങ്ങോട്ടേക്ക്. നമ്മൾ ഇപ്പുറത്ത് പൂജകളൊന്നും നടക്കില്ല, അത് അടച്ചിടും കേട്ടോ. അമ്പലം ഒരു മാസത്തേക്കാണ് ഇവിടെ കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം നടക്കുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. എല്ലാ വർഷവും നമ്മൾ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഫുൾ അടച്ചിട്ടുണ്ടാവും, അത് പുറത്തുനിന്ന് പോലും നമുക്ക് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് അധികം പോയില്ല കേട്ടോ. ഒരുപാട് ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടെ പറ്റുന്നവരൊക്കെ വരാൻ നോക്കണം. പിന്നെ വനത്തിൻ്റെ ഒരു ശാന്തതയും പിന്നെ ദീപപ്രകാശവും മന്ത്രോച്ചാരണവും മഴ നനഞ്ഞ കാൽപാദങ്ങളും എല്ലാം ചേർന്ന് ഇവിടെ വരുന്ന എല്ലാ ഭക്തനും മറ്റൊരു ദൈവിക ലോകത്തിലേക്ക് എത്തിക്കുന്ന ഒരു അനുഭവമാണ് കേട്ടോ ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് പറ്റുന്നവരൊക്കെ ഇവിടെ വരാനായിട്ട് നോക്കണേ. ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.